മോൺസ്റ്റർവേഴ്സിലെ സിനിമകൾക്ക് വലിയൊരു ഫാൻ ബേസ് ഉണ്ടെങ്കിലും ടോഹോയുടെ ജാപ്പനീസ് ഗോഡ്സില്ല സിനിമകൾ നമ്മുടെ നാട്ടിലെ ഓഡിയൻസ് അധികം എക്സ്പ്ലോർ ചെയ്യാത്തവയായിരുന്നു. ആദ്യമായി അത്തരത്തിലൊരു സിനിമയുടെ ചർച്ചയാകുന്നത് ഗോഡ്സില്ല -1 ആണ്. ലോ ബഡ്ജറ്റിൽ ബെസ്റ്റ് വിഷ്വൽ എഫക്ട്സിനുള്ള ഓസ്കാർ വരെ നേടിയ ചിത്രത്തിന് ഇന്ത്യൻ തിയേറ്റർ റിലീസ് ഇല്ലായിരുന്നത് എല്ലാവർക്കും ഒരു ഡിസപ്പോയിൻമെന്റ് ആയിരുന്നു. ഇപ്പോഴത്തെ ബ്ലൂറേ ആൻഡ് OTT റിലീസ് ആയിരിക്കുകയാണ് ഗോഡ്സില്ല -1. സിനിമ കണ്ടു, അതുകൊണ്ട് തന്നെ ഒരു ഷോർട്ട് റിവ്യൂവും കുറച്ച് ഒപ്പീനിയൻസും പറയണമെന്ന് തോന്നി. ആദ്യം തന്നെ ഈ സിനിമ വരും ദിനങ്ങളിൽ ഓവർ റേറ്റഡ് എന്ന പട്ടം കിട്ടാൻ വളരെയധികം സാധ്യതയുണ്ട്. ഓൾറെഡി കുറേ പേര് അങ്ങനെ പറയുന്നതും കേട്ടു. മിക്കവരും പറയുന്ന റീസൺ മോൺസ്റ്റർവേഴ്സ് സിനിമയിലുള്ളതുപോലുള്ള പവർ ലെവൽസ് ഇല്ല, ഫൈറ്റ്സ് ഇല്ല, എന്റർടൈൻമെന്റ് ഇല്ല എന്നൊക്കെയാണ്. ഗോഡ്സിൽ എന്ന ക്യാരക്ടറിന്റെ ഹോൾ പോയിന്റ് തന്നെ അവർക്ക് മിസ്സായെന്ന് പറയേണ്ടി വരും. 1954 ടോഹോ കമ്പനി ആദ്യത്തെ ഗോഡ്സില്ല സിനിമ പുറത്തിറക്കുന്നത്. അന്നത്തെ ജപ്പാൻ വേൾഡ് വാർ 2 അറ്റോമിക് ബോംബിങ്സും ഒക്കെ കഴിഞ്ഞ് തകർന്നു നിൽക്കുന്ന സമയം. ആ കാലത്ത് യുദ്ധത്തിന്റെ ഭീകരതയും ആന്റിവാർ സന്ദേശവുമായി എത്തിയ സിനിമയായിരുന്നു ഗോഡ്സില്ല. അറ്റോമിക് ബോംബ് പോലെ എല്ലാം തകർക്കുന്ന മറ്റൊരു വലിയ ഭീഷണി, അതായിരുന്നു ഗോഡ്സില്ല. ഒരു വിധത്തിൽ പറഞ്ഞാൽ അറ്റോമിക് ബോംബിന്റെ ഒരു മെറ്റഫറായിട്ടാണ് ഗോഡ്സില്ല ആ സിനിമയിൽ കാണിച്ചിരുന്നത്. അതിനോടൊപ്പം തന്നെ യുദ്ധവും രാഷ്ട്രീയവും ഒക്കെ സബ് ടെക്സ്റ്റിൽ ഉൾപ്പെടുത്തി. ഇക്കാരണങ്ങൾ കൊണ്ട് തന്നെ ഗോഡ്സില്ല ജാപ്പനീസുകാർക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്ത കഥാപാത്രമായി മാറി. ഈ ഗോഡ്സില്ലയുടെ മാർക്കറ്റ് ഡിമാൻഡ് വെച്ചുകൊണ്ട് തന്നെ പിൽക്കാലത്ത് ടോഹോ പല കോമാളിത്തരങ്ങളും പിന്നീട് വന്ന ഗോഡ്സില്ല സിനിമകൾ ഇറക്കി. എന്നാൽ ഒരിക്കലും ആദ്യ സിനിമയുടെ അടുത്തെത്താൻ ടോഹോയുടെ സിനിമകൾക്ക് ഹോളിവുഡ് അഡാപ്റ്റേഷൻസിനും സാധിച്ചില്ല. യെസ്, ഓഫ് കോഴ്സ് ഹോളിവുഡിൽ ഒരുപാട് ബെറ്റർ മൂവീസ് വന്നിട്ടുണ്ട്. പക്ഷേ ഒരിക്കലും ടോഹോയുടെ ആ ഒരു ഒറിജിനൽ ഫിലിമിൽ ഉദ്ദേശിച്ച തീമോ അല്ലെങ്കിൽ അതിനോട് അടുത്ത് നിൽക്കുന്ന ഒരു പൊളിറ്റിക്കൽ സബ് ടെക്സ്റ്റോ ഒക്കെ കൊണ്ടുവരാൻ മിക്ക സിനിമകൾക്കും സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. എന്നാൽ -1 കണ്ടപ്പോൾ 1954 ആദ്യ ചിത്രത്തിനും എത്രയോ മുകളിലാണ് കിട്ടിയ എക്സ്പീരിയൻസ്. ഒറിജിനൽ സിനിമയ്ക്ക് ഒരു ട്രിബ്യൂട്ടാണ് -1 പല സീനുകളും. ഈവൻ ചില സീനുകളും ഷോട്ടുകളും അതേപടി -1 കാണാം. അതായത് ഒറിജിനൽ സിനിമ കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് ചെയ്ത പോലെയാണ് എനിക്ക് തോന്നിയത്. ഒരിക്കലും ഒരു റീമേക്കോ ഒന്നുമല്ല. അതിൽ ഉദ്ദേശിച്ചിരുന്ന ആ ഒരു പൊളിറ്റിക്കൽ സബ് ടെക്സ്റ്റ് ആണെങ്കിലും അതിൽ ഉദ്ദേശിച്ചിരുന്ന ആ ഒരു ഗോഡ്സില്ല എന്ന ക്യാരക്ടറിനെ കാണിക്കുന്ന ടെറർ ആണെങ്കിലും എല്ലാം കുറച്ചുകൂടെ ബിഗ്ഗറായിട്ട് കാണിക്കാൻ ഈ ഒരു സിനിമയിൽ സാധിച്ചിട്ടുണ്ട്. ഗോഡ്സില്ല ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ഇത്രയധികം ചർച്ച ചെയ്യപ്പെടുന്നത് മോൺസ്റ്റർവേഴ്സ് സിനിമകൾ കാരണമാണ്. എന്നാൽ അത്തരം ഒരു സിനിമ പ്രതീക്ഷിച്ചു പോയാൽ -1 നിങ്ങളെ തൃപ്തിപ്പെടുത്തണമെന്നില്ല. ഒരിക്കലും മോൺസ്റ്റർവേഴ്സ് സിനിമകൾ മോശമെന്ന് ഞാൻ പറയില്ല. ടോഹോയുടെ ഒറിജിനൽ സിനിമയും -1 കൊണ്ടുവരാൻ ശ്രമിച്ച പൊളിറ്റിക്കൽ സബ് ടെക്സ്റ്റ് പോലുള്ള കാര്യങ്ങളൊന്നും മോൺസ്റ്റർവേഴ്സ് സിനിമകൾ അധികമില്ല. ഹോളിവുഡിൽ മെയിൻലി എന്റർടൈൻമെന്റിന് വേണ്ടിയാണ് സിനിമകൾ ഇറക്കിയത്. ആ കാര്യത്തിൽ മോൺസ്റ്റർവേഴ്സ് സിനിമകൾ വിജയിച്ചിട്ടുണ്ട്. രണ്ടിനെയും രണ്ടായി കാണുക എന്നാണ് എൻ്റെ ഒപ്പീനിയൻ. രണ്ടിനും അതിൻ്റെതായ ഫോർമുലാസ് ഉണ്ട്, ഓഡിയൻസ് ഉണ്ട്, അപ്പോൾ ഈ തൃപ്തിപ്പെടുത്തുന്നുമുണ്ട്. സോ രണ്ടും അതിൻ്റെതായ രീതിയിൽ കണ്ടാസ്വദിക്കുക. ആ രീതിയിൽ എനിക്ക് ഇരു സൈഡും ഒരുപാട് സാറ്റിസ്ഫാക്ഷൻ തന്നവയാണ്. -1 ഷോർട്ട് റിവ്യൂയിലേക്ക് വരികയാണെങ്കിൽ ഞാൻ കണ്ടതിൽ വെച്ച് ഏറ്റവും ബെസ്റ്റ് മൂവീസിൽ ഒന്നാണിത്. തുടക്കം മുതൽ ഹ്യൂമൻ പോർഷൻസിൽ കൂടുതൽ ഫോക്കസ് കൊടുത്ത് അവിടെ ഒരു വലിയ ഇമോഷണൽ വരുത്തിച്ചു. എന്നാൽ ഗോഡ്സില്ല പോർഷൻസ് ആകട്ടെ നല്ല കിടിലൻ VFXും കൂടെ ആ ക്യാരക്ടർ സ്ക്രീനിൽ വരുമ്പോൾ കിട്ടുന്ന ഇമ്പാക്റ്റും ടെററും അങ്ങനെ എല്ലാം കൊണ്ടും പെർഫെക്റ്റ് ആയൊരു സിനിമ. സ്ക്രിപ്റ്റും ഡയറക്ഷനും ടെക്നിക്കൽ സൈഡും ആക്ടിങ്ങും എല്ലാം വികസിക്കുന്ന ഈ സിനിമ ഒരിക്കലും മിസ്സാക്കാൻ പാടില്ലാത്ത ഒരു അനുഭവമാണ്. ഒരുപക്ഷെ തിയേറ്റർ റിലീസ് ഉണ്ടായിരുന്നെങ്കിൽ ഈ സിനിമയുടെ ആഫ്റ്റർ എഫക്റ്റ് മാറാൻ ഒരാഴ്ചയെങ്കിലും പിടിച്ചേനെ. കണ്ടതിന് ശേഷം മനസ്സിലൊന്നും ഈ സിനിമ ഇപ്പോഴും പോയിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് വർഷങ്ങൾക്ക് ശേഷം ഒരു റിവ്യൂ വീഡിയോ ചാനലിൽ ഇടുന്നത് തന്നെ. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇവിടെ മോൺസ്റ്റർവേഴ്സ് സിനിമകൾ എക്സ്പെക്ട് ചെയ്യാതിരിക്കുക. ഇതൊരു പോസ്റ്റ് വാർ മൂവിയാണ്. അതിൽ കടന്നു വരുന്ന പുതിയൊരു ബിഗ് ത്രെറ്റായി ഗോഡ്സില്ലയും. സിനിമയുടെ അവസാന ഭാഗത്ത് നടന്ന സംഭവങ്ങളും രണ്ടാം ഭാഗത്തിനുള്ള സാധ്യതകളും ഒക്കെയായി അടുത്തൊരു വീഡിയോ നമുക്ക് ഡീറ്റെയിലായി ഡിസ്കസ് ചെയ്യാം. അപ്പോഴേക്കും എല്ലാവരും സിനിമ കണ്ട് നല്ലൊരു എക്സ്പീരിയൻസ് ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇത്തരത്തിൽ മൂവി സീരീസിലൊരു വീഡിയോസ് കാണാൻ ഷോർട്ട് ആൻഡ് ടാക്കീസ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്യുക. അടുത്ത വീഡിയോയിൽ കണ്ടുമുട്ടുന്നവരേക്കും ദിസ് ഈസ് ചെങ്ങന്നൂർ സൈനിങ് ഓഫ് ഫ്രം ഷോർട്ട് ആൻഡ് ടാക്കീസ്.